ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 ഇതാ 4-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച കൊടൂര ഞായറാഴ്ചയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം. തുടക്കം തന്നെ അതിഗംഭീരമെന്ന് തന്നെ പറയാം. ഇവിടെ പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ സിനിമ 7 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. പ്രീസെയിൽ ബുക്കിംഗ് അമ്മാതിരി കൊടൂര തൂക്ക് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഒരു മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ഈ ഒരു സിനിമ മാറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി മതി എന്നുള്ളതാണ്. ഏകദേശം 4,25,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് പ്രീസെയിലിലൂടെ അതായത് ഈ ഒരു ഞായറാഴ്ച വിറ്റുപോയിരിക്കുന്നത്. 7,31,60,80,000 രൂപ, 7,32,00,000 രൂപ എന്ന് നമുക്ക് പറയാം. അതാണ് പ്രീസെയിലിലൂടെ വന്നിരിക്കുന്നത്. തിയേറ്റർ ഒക്യുപ്പൻസിയായി നടക്കുന്നത് 69%. 2,264 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ എറണാകുളത്ത് ഭീകര തിരക്ക് എന്ന് തന്നെ പറയാം. 1,52,00,000 രൂപ അവിടുന്ന് തന്നെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സമാനമായ രീതിയിൽ 1,08,00,000 രൂപയ്ക്ക് മുകളിലും വന്നിട്ടുണ്ട്. തൃശ്ശൂർ 85,00,000 രൂപയ്ക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. നമ്മൾ പ്രധാന ഏരിയകളെയാണ് പറയുന്നത്. ബാക്കി മിക്ക സ്ഥലങ്ങളിലും 40,00,000 രൂപയ്ക്ക് മുകളിലാണ്. കോഴിക്കോട് 70,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രീസെയിലാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 3-ാം ദിനത്തെ ഫൈനൽ കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. 3-ാം ദിനം ഫൈനലായി എത്തിയിരിക്കുന്നത് 503K, അതായത് 5,03,000-ഓളം ടിക്കറ്റുകളാണ് ഈ ഒരു സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 82% തിയേറ്റർ ഒക്യുപ്പൻസി നേടിയ ഈ ഒരു ചിത്രം 8.49 കോടി, അതായത് 8,49,00,000 രൂപയാണ് നേടിയതെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. അതായത് ഇന്നലെ, അതായത് 2-ാമത്തെ ദിനം നമുക്ക് കാണാൻ കഴിഞ്ഞത് 8.14 കോടി, അതായത് 9,05,00,000 രൂപ നേടിയെന്നുള്ളതാണ് ഫൈനൽ ഗ്രോസായി വന്നത്. ഇന്ന് അതേ സ്ഥലത്ത് 8,49,00,000 രൂപ വരുമ്പോൾ ഏകദേശം 9.5 തൊട്ട് 9.25 കോടിയോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഫൈനലായിട്ടുള്ള ആ ഒരു കളക്ഷൻ ഇനിയും വരാനിരിക്കേണ്ട ഒഫീഷ്യലായിട്ട്. ആദ്യ ദിനം 50 കോടി നേടിയ ചിത്രം പിന്നീട് 2-ാം ദിനം 30 കോടി, 3-ാം ദിനം 35 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. 35-40 കോടി വരെ എത്താനുള്ള ചാൻസുകളുമുണ്ട്. അതായത് 100 കോടി 3 ദിനം കൊണ്ട് കടന്നു ഈ ഒരു ചിത്രം. 2 ദിനം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവനിങ് ആയപ്പോഴത്തേക്ക് 100 കോടി പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ വരികയും ഫൈനലായിട്ട് 3-ാം ദിനത്തെ കളക്ഷൻ കഴിയുമ്പോൾ സിനിമ 110 തൊട്ട് 120 കോടിക്കിടയിലായിരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 4-ാം ദിവസത്തോടെ സിനിമ 140 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ അമ്മാതിരി കൊല തൂക്കുമ്പോൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ആദ്യ ദിനത്തിന് മുകളിലുള്ള കളക്ഷനാണ്. അതായത് ഇപ്പോൾ തന്നെ 4 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളായി. ആദ്യ ദിനം 5,96,000 ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വരുമെന്നുള്ളതും 12 കോടിയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ വരികയും അങ്ങനെ ഒരു പുതിയ റെക്കോർഡ് ഇടുമെന്നുള്ളതുമാണ് ഇപ്പോൾ ഈ ഒരു മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. എന്തായാലും തമിഴിലും തെലുങ്കിലും കർണാടകത്തിലും എല്ലായിടത്തും സിനിമ വമ്പൻ സക്സസ്സായി മാറിയിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലും സിനിമ ഒരു ഹ്യൂജ് സക്സസ്സായി മാറുകയാണ്. നോർത്ത് അമേരിക്കയിലും അതേപോലെ തന്നെ എല്ലാ വിദേശ രാജ്യങ്ങളിലും സിനിമ ഭീകര കളക്ഷൻ നേടി, ഭീകരമായ അഭിപ്രായവും നേടി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഫൈനൽ കളക്ഷനിലേക്ക് ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.